കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാനം സാധ്യമാണ് മാർപ്പാപ്പ. സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകാൻ നിലവിൽ സാധിക്കില്ലെന്ന് വത്തിക്കാൻ കമ്മീഷൻ. മെഡിസിറ്റിയിൽ മാർസ്ലീവ കെയർ പ്ലസ് പദ്ധതി ആരംഭിച്ചു. കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. പ്രാർത്ഥനയോടെയാണ് ദിവസം ആരംഭിക്കുന്നത്. ഹോളിവുഡ് താരം ക്രിസ് പ്രാച്ച്. വാർത്തകൾ വിശദമായി. സമാധാനം സാധ്യമാണ് മാർപ്പാപ്പ. സമാധാനം സാധ്യമാണ് എന്നാണ് തന്റെ തുർക്കി ലെബനോൺ സന്ദർശനം വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് ലിയോ 14 പാപ്പ. 2020 ബെയ്റൂട്ട് തുറമുഖ സ്ഫോടനത്തിന് ശേഷം ഇപ്പോഴും നീതി തേടുന്ന ലെബനൻ ജനതയുമായുള്ള ശക്തമായ ഏറ്റുമുട്ടലുകളിലേക്കും ക്രൈസ്തവ ഐക്യത്തിലേക്കുമുള്ള പുതുക്കിയ ചുവടുവെപ്പുകളിലേക്കും വിരൽ ചൂണ്ടിയാണ് പാപ്പ ഇത് പറഞ്ഞത്. ഡിസംബർ 7 ആഞ്ചലസ് പ്രാർത്ഥനയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു മാർപ്പാപ്പ. ബെയ്റൂട്ട് തുറമുഖ സ്ഫോടനത്തിലെ ഇരകളുടെ ബന്ധുക്കളെ കണ്ടുമുട്ടിയത് തന്നെ വികാരഭരിതനാക്കിയെന്നും പാപ്പ അറിയിച്ചു. ഒരു വാക്കിനും ആശ്വാസം നൽകുന്ന സാന്നിധ്യത്തിനും വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ. പക്ഷേ വിശ്വാസവും ഉത്സാഹവും കൊണ്ട് എന്നെ അവരാണ് ആശ്വസിപ്പിച്ചത്, പാപ്പ അറിയിച്ചു. സ്ത്രീകൾക്ക് ഡീക്കൻ പട്ടം നൽകാൻ നിലവിൽ സാധിക്കില്ലെന്ന് വത്തിക്കാൻ കമ്മീഷൻ. ഇതേ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ കർദിനാൾ ജ്യൂസപ്പി പെത്രോക്കി സമർപ്പിച്ച പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 2021, 22, 25 വർഷങ്ങളിൽ കമ്മീഷൻ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വിവിധ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചിരുന്നു. ഇത്രയും കാലത്തെ ദീർഘമായ പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ലിയോ 14 പാപ്പയ്ക്ക് സമർപ്പിച്ച റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. ഡീക്കൻ പട്ടത്തിന് സഭയുടെ ദൈവിക നിയോഗത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നു. മെഡിസിറ്റിയിൽ മാർസ്ലീവ കെയർ പ്ലസ് പദ്ധതി ആരംഭിച്ചു. പാലാ മാർസ്ലീവ മെഡിസിറ്റിയുടെ 6ാം വാർഷികത്തോട് അനുബന്ധിച്ച് മാർസ്ലീവ കെയർ പ്ലസ് പദ്ധതി ആരംഭിച്ചു. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയിൽ അംഗമാകുന്ന രോഗികൾക്ക് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും. കൂടാതെ ഡോക്ടർ കൺസൾട്ടേഷൻ, ലാബ്, പ്രീ ഓപ്പറേറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ, സർജിക്കൽ ഡിസ്ചാർജ് ബിൽ എന്നിവയിലും ആനുകൂല്യങ്ങൾ ഉണ്ടായിരിക്കും. കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് യോഗം നടന്നു. ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ദേശീയ പാസ്റ്ററൽ കൗൺസിലായ DCIയുടെ എക്സിക്യൂട്ടീവ് യോഗം തൃശൂർ CBCIയിൽ നടന്നു. CBCI പ്രസിഡന്റും തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്തയുമായ മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ അജപാലനപരമായ പ്രവർത്തനങ്ങൾക്കും ഭാവി പദ്ധതികൾക്കും ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എക്സിക്യൂട്ടീവ് യോഗം നടന്നത്. പ്രാർത്ഥനയോടെയാണ് ദിവസം ആരംഭിക്കുന്നത്. ഹോളിവുഡ് താരം ക്രിസ് പ്രാച്ച്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാർത്ഥനയുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ഹോളിവുഡ് താരം ക്രിസ് പ്രാച്ച് കുറച്ചുനേരം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തൂ. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പ്രേക്ഷകരോട് ആവശ്യപ്പെട്ടു. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹം ഇതിനു മുമ്പും പല തവണയും വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗമന കാര്യത്തിലൂടെ കടന്നു പോകുന്ന വേളയിൽ സങ്കീർത്തനം 46 കൂടുതലായും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ പ്രെയർ ആപ്പ് ഹാലോ ആണ് താൻ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. കത്തോലിക്കനല്ല പ്രാച്ചെങ്കിലും അദ്ദേഹവും കത്തോലിക്ക വിശ്വാസിയുമായ ഭാര്യ കാതറിനും എല്ലാ ദിവസവും കത്തോലിക്ക പള്ളിയിൽ പോകുന്നവരാണ്. മക്കളെ കത്തോലിക്ക വിശ്വാസത്തിലാണ് ഈ ദമ്പതികൾ വളർത്തുന്നത്. ജുറാസിക് വേൾഡ്, തോർ, ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ക്രിസ് പ്രാച്ച്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ഇനി വെള്ളിയാഴ്ച. നന്ദി.